ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പെർ ടെക്നിക്കൽ PSCയുടെ ഒരു ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ KW ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ പരീക്ഷയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് KWന്റെ ഗ്രേഡ് 3 പരീക്ഷയും ഗ്രേഡ് 2 പരീക്ഷയും എന്തായിട്ടാണ് നടത്തിയിരുന്നത്? കമ്പൈൻ ചെയ്താണ് നടത്തിയിരുന്നത് അല്ലെ. അപ്പൊ മോസ്റ്റ് പ്രോബബിലി നമുക്ക് ഈ പറയുന്ന ഗ്രേഡ് 3യുടെ അതേ സിലബസ് വെച്ച് തന്നെയായിരിക്കും ഗ്രേഡ് 2ന്റെ പരീക്ഷ നടക്കാനുള്ള സാധ്യത. അപ്പൊ എനിവേ നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി വളരെ സ്ട്രക്ചേർഡ് വേയിൽ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? KWയുടെ ഗ്രേഡ് 3 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മുമ്പോട്ടുള്ള ക്ലാസ്സസ് മുമ്പോട്ട് പോവുക. അപ്പൊ റെക്കോർഡ് സെക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും റെഫർ ചെയ്യാവുന്നതാണ്. അതിന്റെ PDF നോട്ട്സ് ലഭ്യമാണ്. ആ PDF നോട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിന്റ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പരീക്ഷ, നമ്മൾ കഴിഞ്ഞ പരീക്ഷ നോക്കിയ സമയത്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് ടോപ്പിക്കുകൾ എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് കുറച്ച് ഒരു ഫൗണ്ടേഷൻ ബോൾട്ട് കാര്യം നോക്കുകയാണെങ്കിൽ അപ്പാർട്ട് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആണ് ക്വസ്റ്റ്യൻ വന്നത്. നമ്മുടെ ആ ഇമേജ് ബേസ് ഉള്ള ക്വസ്റ്റ്യൻ അപ്പാർട്ട് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആണ് വന്നത്. ബെൽറ്റ് ജോയിന്റ്സിൽ ലഗ്രാലെ ജോയിന്റ് അപ്പാർട്ട് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആണ് വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് റിലേറ്റ് ചെയ്തിട്ടുള്ള മുമ്പ് കേരള PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത്. അതായത് അഡീഷണൽ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യും? അതായത് ഇതുമായി വളരെ ക്ലോസ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ഒക്കെ, കാരണം നമ്മുടെ സിലബസിന് ഏറ്റവും അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അതാണ് അല്ലെ. അതായത് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് നമ്മുടെ സിലബസിൽ നിന്ന് കുറച്ച് വിട്ടൊക്കെയായാലും ചോദിക്കാം. അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യും. അതിൽ നമ്മൾ ഫസ്റ്റ് കോൺസെൻട്രേഷൻ കൊടുക്കും. രണ്ടാമത്, നമ്മുടെ എക്സാം പാറ്റേൺ നമ്മൾ നോക്കിയ സമയത്ത്, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നോക്കിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി നമുക്ക് 7 മോഡ്യൂൾസ് ആണ് മെക്കാനിക്കലിൽ പഠിക്കാനുള്ളത്. നമ്മുടെ മെക്കാനിക്കൽ എക്സ്ക്ലൂസീവ് കോഴ്സിൽ ഈ 7 മോഡ്യൂളിൽ നിന്നും പരമാവധി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബിൽഡ് ചെയ്യുന്നു. അതുവഴി നമ്മുടെ കൺസെപ്റ്റ് വളരെ 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 നല്ല രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ഈ നമ്മുടെ അപ്പാർട്ട് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യും. അതിനെക്കുറിച്ച് ക്ലാസ്സസ് മുമ്പോട്ട് വരും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പരമാവധി പ്രാക്ടീസ് ചെയ്യും. ഓൾറെഡി ഇതിൽ എന്തുണ്ട്? മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റുകളും കൂടുതൽ MCQs എല്ലാം തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നീട് നമുക്ക് വരുന്നതാണ് എന്തെങ്കിലും, ഇപ്പൊ സപ്പോസ് എന്തെങ്കിലും ഒരു ചേഞ്ച്, അതായത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഗ്രേഡ് 3യുടെയും അതുപോലെ തന്നെ ഗ്രേഡ് 2ന്റെയും സിലബസ് സിമിലാരിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് തന്നെ വരാനാണ് ഒരു 99% ചാൻസ്. എന്നാൽ ഈ 1% ചാൻസിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? തള്ളിക്കളയുന്നില്ല. എന്തെങ്കിലും ഒരു മാറ്റം ഈ സിലബസിൽ വന്നു കഴിഞ്ഞാൽ ഇതേ കോഴ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യും. മെക്കാനിക്കൽ സെക്ഷൻസ് അപ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ. അതായത് ലാസ്റ്റ് ടൈം ഹറിബറിയിലേക്ക് നമ്മൾ ഒരിക്കലും പോവില്ല. പിന്നെ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം പെട്ടെന്ന് ഡിഫൈൻ ചെയ്തു. എക്സാം വന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഒരു സിലബസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയായിരുന്നു. അങ്ങനെ സിലബസ് വന്ന സമയത്ത് ഇപ്പൊ സിവിലുകാരെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഹറിബറി ഓട്ടായിരുന്നു അല്ലെ. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നത്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇപ്പൊ KW ഗ്രേഡ് 3 എഴുതിയ സമയത്ത് നിങ്ങൾ വിചാരിക്കുകയാണ്, അടുത്ത നമുക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നായി പെർഫോം ചെയ്യായിരുന്നു, മെക്കാനിക്കൽ ഒന്നും കൂടെ നന്നായി പഠിക്കാമായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതൊരു അവസരമായി കാണാം. അപ്പൊ നമുക്ക് കഴിഞ്ഞ തവണ ഗ്രേഡ് 3 ഗ്രേഡ് 2 ഒരുമിച്ച് നടന്ന സമയത്ത് ഒരുമിച്ച് ആ പരീക്ഷയ്ക്ക് നടന്നുപോയി. അപ്പോൾ ഇപ്പൊ സപ്പോസ് ആ ഒരു സമയത്ത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് രണ്ടാമതൊരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് ആ ഒരു അവസരം കിട്ടുകയാണ്. ആ അവസരം നന്നായിട്ട് തന്നെ വിനിയോഗിക്കാം. ഓക്കെ, അപ്പൊ വളരെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഒരു സ്ലോ, സ്റ്റഡി ആൻഡ് ഡീപ് അണ്ടർസ്റ്റാൻഡിങ് മെത്തഡോളജിയിൽ പോവുക. കാരണം ഒരുപാട് പരീക്ഷകൾ കോൺഫോർ ചെയ്തൊരു സമയമാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക. ഫണ്ടമെന്റൽസ് ഒക്കെ വളരെ സ്ട്രോങ് ആക്കുക. നോട്ട്സ് എല്ലാം വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. കാരണം നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രശ്നമല്ല, നമ്മുടെ മനുഷ്യസഹജമായ ഒരു കാര്യമാണ്. നമ്മൾ ഒരു പുതിയ സബ്ജക്ട് പഠിച്ചു, നമ്മൾ ഒരു 2 ആഴ്ച ഇത് റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത് പിന്നെയും പുതിയതായിട്ട് പഠിക്കുന്ന പോലത്തെ ഒരു ഫീല് വരും. ഓക്കെ, അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നോട്ട്, നമ്മളുടെ സെൽഫ് റിട്ടേൺ നോട്ട്, നമ്മൾ സ്വന്തമായി എഴുതിയ നോട്ട്, നമ്മൾ അണ്ടർലൈൻ ചെയ്ത നോട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 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 ഒന്നും കൂടെ റിവിഷൻ ചെയ്ത് വരണം. ഓക്കെ, അപ്പൊ നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡെയിലി ലേണിംഗുമായിട്ട് മുമ്പോട്ട് പോവാം. നമ്മൾ വീക്കിലി ആയിരിക്കും നമ്മുടെ ലൈവ് സെക്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ പറയുന്ന പോലെ തന്നെ ഇപ്പൊ നമുക്ക് ഓൾറെഡി വളരെ ക്ലിയർ ആയിട്ടുള്ള റെക്കോർഡ് സെക്ഷൻസ്
സിലബസ് മീൻസ് മൊഡ്യൂൾ വൈസ് തന്നെ ഇട്ടിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, എന്തൊക്കെ പഠിക്കണമെന്ന് ഞാൻ പറയും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് മുമ്പോട്ട് പോവാം. നമ്മുടെ ഫണ്ടമെന്റൽസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, കാരണം നമുക്ക് ഫണ്ടമെന്റൽസ് ബിൽഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ബേസിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. എപ്പോഴും പറ്റുന്ന കാര്യമാണ്, വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് കൊണ്ടുപോയി തെറ്റിക്കും. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ നേരിട്ട് കാണാം. അപ്പൊ നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഫൈനലി നമുക്ക് ആ ഒരു വിക്ടറിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. എനിവേ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ നേരിട്ട് കാണാമെന്ന വിശ്വാസത്തോടെ ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ടേക്ക് കെയർ.